പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന് പോപ്പ് ലിയോ 14 സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനും ഇസ്രയേലും പരസ്പരം തിരിച്ചടി തുടരുകയാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. തിരിച്ചടി തുടരുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ സംസാരിച്ചു. സംഘർഷം രൂക്ഷമാകുന്നതിനാൽ ഇരു നേതാക്കളും ആശങ്ക പങ്കുവച്ചു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഒപ്പം ഈ ഒരു സംഘർഷം ഇല്ലാതാക്കാൻ, യുദ്ധം ഒഴിവാക്കാൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, യുദ്ധം ഒഴിവാക്കാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയതായൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് ഹൈഫയ്ക്കടുത്തുള്ള ടാമ്ര എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു ആക്രമണത്തിൽ ഇന്നലെ രാത്രിയൊക്കെയായി നടന്ന ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരം എന്ന് പറയാൻ ഏറ്റവും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ആ പ്രദേശത്തുള്ളത്, അല്ലെങ്കിൽ ആ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്നലെ വലിയ തോതിലുള്ള തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ ഉണ്ടാവുകയും ചെയ്തു. ടെഹ്റാനിലെ പ്രധാനപ്പെട്ട എണ്ണ റിഫൈനറിയും അതിൻ്റെ സ്റ്റോറേജുകളും എല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കമുണ്ടായി എന്നതാണ് ഇന്നലെ നടന്ന സംഭവവികാസങ്ങളിൽ ഏറ്റവും ശക്തമായത്. ടെഹ്റാനെ ചാമ്പലാക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ കാട്സ് നൽകിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അത് ഇറാൻ്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും റിഫൈനറികളും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളിലേക്കും ലക്ഷ്യം വയ്ക്കാനുള്ളൊരു നീക്കമാണ് കൃത്യമായും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുകയും ചെയ്തത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി കൃത്യമായ വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതിസങ്കീർണമായൊരു അവസ്ഥയാണ് ആ പ്രദേശത്ത് നിലനിൽക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല 40ഓളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളും എല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. ഈ എണ്ണപ്പാടം ആക്രമിച്ചതിന് പിന്നാലെ തീയാളുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന അന്താരാഷ്ട്ര സംഭവവികാസം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപും പുടിനുമായുള്ള ഫോൺ സംഭാഷണം തന്നെയാണ്. ഇറാൻ വിഷയം കാര്യമായി ചർച്ച ചെയ്തു, യുക്രൈൻ റഷ്യ വിഷയവും ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ കൃത്യമായി പ്രശ്നം പരിഹരിക്കുന്നതിന്, ഇസ്രായേൽ വിഷയത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് നയതന്ത്രപരമായ ഇടപെടലുകൾ അനിവാര്യമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇരു നേതാക്കളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ നിർമ്മിച്ചു നൽകിയ ഒരു ആണവ കേന്ദ്രമുണ്ട് ഇറാനിൽ. അതിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയായിരിക്കെ തന്നെ ഈ പ്രശ്നം അതിസങ്കീർണമാകുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. നമുക്കറിയാവുന്നതാണ്, ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യോമാതിർത്തി അടയ്ക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായും ഈ ഇസ്രായേൽ വിഷയത്തിൽ പുടിനും അതുപോലെ തന്നെ ട്രംപും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നയതന്ത്രപരമായ ഇടപെടലുകൾ തന്നെയാണ്. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ഇടപെടലാണ്. മാർപ്പാപ്പയുടെ ഇടപെടലിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് മറ്റുള്ള ഒരാളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന വസ്തുതയിൽ നിലനിന്നുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന ഒരു ആശയപരമായ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ നിലപാടുകളെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടത്. ഇരു രാജ്യങ്ങളും പരസ്പരം സംഘർഷം ഒഴിവാക്കി ഈ പാതയിലേക്ക്, അതായത് സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങണം, ഡിപ്ലോമസിയുടെ പാതയിലേക്ക് നീങ്ങണം എന്നൊരു ഉറച്ച നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ആക്രമണങ്ങൾ കൃത്യമായി തുടരുന്നുണ്ട് ഒരു വശത്തുകൂടി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്നലെയും അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഇരു രാജ്യങ്ങൾക്കും വേണ്ടി മറ്റു ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ കാര്യമായ ഒരു സംഘർഷ രീതിയിലേക്ക് വരുന്നില്ല എന്നത് ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ് എന്നതും ഒരു വസ്തുതയായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഗൗതം കൂടി ചേരുകയാണ്. ഗൗതം, ഈ ഒരു സംഘർഷം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഭാരതത്തെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഈ റഷ്യ ഉക്രൈൻ സംഘർഷമായി കഴിഞ്ഞാലും, ലോകത്തെ ഏത് ഭാഗത്തുണ്ടാകുന്ന സംഘർഷമായി കഴിഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ, ആ ലോക രാജ്യങ്ങളെല്ലാം അത്രത്തോളം ശ്രദ്ധയോടെയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ നോക്കിക്കാണുന്നത്. ഒരു മധ്യസ്ഥ ശ്രമം ഇന്നലെ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഭാരതത്തോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ, ഈ സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ്? വിദേശകാര്യ മന്ത്രാലയം ഒപ്പം ഇന്ത്യൻ എംബസികളും എത്രത്തോളം ജാഗ്രതയോടെയുമാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നത്?
KP രണ്ട് രാജ്യങ്ങളിലുമുള്ള ഭാരതീയരോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിലും അതോടൊപ്പം തന്നെ ഇറാനിലുമൊക്കെ ഭാരതീയരുണ്ട്. സ്വാഭാവികമായും അവരോടെല്ലാം കൃത്യമായിട്ട് തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷം മനസ്സിലാക്കി സുരക്ഷിതമായി തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ തിരിച്ചു മടങ്ങേണ്ടവർക്ക് തിരിച്ചെത്തുക തുടങ്ങിയ ഒരു നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ തോതിലുള്ള ആശങ്ക വിതച്ചുകൊണ്ടാണ് ഈ രണ്ട് ശക്തമായ സൈനിക സംവിധാനമുള്ള രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഇറാനും ഇസ്രായേലും എത്തിയിട്ടില്ല എങ്കിൽ പോലും അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കടന്നുപോയ രാത്രി, ഇന്നലത്തെ രാത്രി അതിൻ്റെ അന്തരീക്ഷം വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾ ആദ്യം ഇസ്രായേലിൻ്റെ വലിയൊരു ആക്രമണം ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ ക്യാപിറ്റലും അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വലിയ വ്യോമാക്രമണം നടത്തി. ഏതാണ്ട് 200ഓളം വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. അതിനുശേഷം പിന്നീടുള്ള രാത്രി നമ്മൾ കണ്ടു ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ടുള്ള ടെൽ അവീവിൽ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ജെറുസലേം ഉൾപ്പെടെയുള്ളവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം ഇറാന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇന്നലത്തെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി തെളിയിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേൽ ഇന്നലെ ഇറാന്റെ ഈ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ഓയിൽ റിഫൈനറിയാണ്. സ്വാഭാവികമായും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് സാമ്പത്തികമായി കൂടി ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഇന്നലത്തെ രാത്രി ഉണ്ടാകുമ്പോൾ തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്നും ഇന്നലെയും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ ഇസ്രായേലിൻ്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എങ്കിൽ പോലും ചില മിസൈലുകളെങ്കിലും ഇസ്രായേലിലെ നഗരങ്ങളിൽ പതിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു യുദ്ധത്തിലേക്ക്, അതൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും വലിയ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കകത്ത് വലിയ ആശങ്ക അത് ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്തമാണ്. ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു തീവ്ര ഇസ്ലാമിക രാജ്യം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം അവരുടെ ആണവ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഇറാൻ അണുവായുധം ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്ന കാലഘട്ടം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉണ്ടാകുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും മാസങ്ങൾക്കകം തന്നെ 9 അണുവായുധങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ഉയർത്തുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തീവ്ര ഇസ്ലാമിക രാജ്യത്തിന്റെ കയ്യിൽ, ജനാധിപത്യ സംവിധാനത്തിന് അപ്പുറത്തേക്ക് മത നേതാക്കൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അതല്ലെങ്കിൽ ഭീകര സംഘടനകളുമായി സന്ധി ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കൈകളിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ഇസ്രായേൽ പോലെ ഒരു യഹൂദ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതും തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുന്നതുമാണ്. അതിനാൽ അങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ സൈനിക സംവിധാനവും ആണവ ശക്തിയും ഇല്ലാണ്ടാക്കുക എന്ന ധാർമ്മികമായ യുദ്ധമാണ്, അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണിത് എന്ന സന്ദേശമാണ് ഇസ്രായേലിലെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. സ്വാഭാവികമായും ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാൻ ഈ ഒരു ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിരോധം എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. അത് തന്നെയാണ് ഇപ്പോൾ വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. സ്വാഭാവികമായും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, പ്രതിരോധത്തിന് വേണ്ടിയാണ് തങ്ങൾ ഈ ഒരു ആക്രമണം നടത്തിയത്. ഇപ്പോഴും ആ ഒരു പ്രതിരോധം നടത്തുന്നത് എന്ന രീതിയിൽ തന്നെയാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും, അല്ലേ? KP, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇസ്രായേലിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഇസ്രായേലുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ്. പൊതുവേ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന രീതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കാരണം അമേരിക്കയുമായി അത്ര നല്ല ബന്ധം ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലുമായി വളരെ വൈകാരിക ബന്ധമുണ്ട്. ഇറാനുമായി നയതന്ത്ര തലത്തിൽ ഒരു ബന്ധമുണ്ട്. ഇറാനുമായും ഇസ്രായേലുമായും നല്ല ബന്ധം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയർ നമുക്കറിയാം
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യഹൂദന്മാരെ വലിയ തോതിൽ ആക്രമിക്കുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നതാണ് യഹൂദ വിഭാഗക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഏത് രീതിയിലുള്ള പീഡനമാണ് ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റുവാങ്ങിയത്. ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലത്ത് ഹോളോകോസ്റ്റ് എന്ന പേരിൽ ഒരുപക്ഷേ ലോകത്തിലൊരു സമൂഹത്തിന് നേരെ ഇത്രത്തോളം വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഗ്യാസ് ചേമ്പറുകളിലൊക്കെ ഇട്ട് യഹൂദന്മാരെ കൊലപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി എത്താൻ കഴിഞ്ഞ ഏക രാഷ്ട്രം എന്ന് പറയുന്നത് ഭാരതമാണ്. ഭാരതത്തിൽ മാത്രമാണ് ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാർക്കെതിരെ ജൂതന്മാർക്കെതിരെ ഒരു തരത്തിലുമുള്ള അതിക്രമങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും നമ്മുടെ കൊച്ചിയിലൊക്കെ തന്നെ നമ്മളിത് കാണുന്നതാണ്. ജൂതന്മാരുടെ സെറ്റിൽമെൻറ്റുകളുണ്ട്, അവരുടെ ആരാധനാലയങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ അത് BJP സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഇസ്രയേലുമായി ഭാരതത്തിന് നല്ല ബന്ധം എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പൊതുവെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ രീതിയിലല്ല, മറിച്ച് ഈ വളരെ മുൻപ് തന്നെ യഹൂദന്മാർക്ക് നേരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുന്ന ഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹോളോകോസ്റ്റിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ ഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മാത്രമാണ് യഹൂദന്മാർക്ക് അഭയം നൽകിയത്, അവർക്ക് മാനുഷിക പരിഗണന നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരിക തലം ഇസ്രായേലിലെ യഹൂദന്മാരും ഹിന്ദുത്വ ദേശീയത ഉയർന്നു നിൽക്കുന്ന ഭാരതവും തമ്മിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ മാനസികമായി നമ്മൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. അത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും സൂചിപ്പിച്ചു വന്നത് ഇസ്രായേൽ അനുകൂലമായി ലോകത്തിലെ പ്രബലമായ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വലിയ പിന്തുണ ഇതെല്ലാം ഇസ്രായേലിനുണ്ട്. അതോടൊപ്പം ഈ രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ടല്ല ഇപ്പോൾ ഇറാനിന് നേരെ അല്ലെങ്കിൽ നിലവിൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ പടപുരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തികളിൽ ഒന്നാണ്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പകുതി മാത്രമുള്ള 1 കോടി ജനങ്ങൾ പോലും ഇല്ലാത്ത ഏതാണ്ട് 97 ലക്ഷം ജനങ്ങൾ മാത്രമാണ് ഇസ്രായേലിലുള്ളത്. പക്ഷേ അതൊരു വളരെ ചെറിയ നമ്മുടെ കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള ഒരു രാഷ്ട്രമാണെങ്കിലും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ സൈനിക ശേഷിയും അതോടൊപ്പം തന്നെ അവരുടെ ആശയത്തോടും അവർക്കുള്ള കൂറും അതെല്ലാം തന്നെ ലോകത്തിന്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അത് ലഘൂകരിക്കാനുള്ള ഇടപെടലുകളാണ് പലതരത്തിൽ നിന്നും പല കോണുകളിൽ നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.